ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊള്ളാലോ എല്ലാം. എല്ലാം നന്നായിട്ടുണ്ട്. രാഘവേട്ടൻ പറഞ്ഞത് ശരിയാ. എന്താ ഇങ്ങോട്ട് കേറാൻ. കേറാൻ. നീ ആരാ നിന്റെ വിചാരം? കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ അതോ ജാൻസി റാണിയാ? എടി നിനക്കൊരു വിചാരമുണ്ട് നീ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, നിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ ആരുള്ളൂ എന്നൊക്കെ. അതൊക്കെ ചുമ്മാതാ കേട്ടാ. വിഷ്ണുട്ടാ. വിഷ്ണുട്ടനാ? ആര് വിഷ്ണുട്ടൻ? അതെടി നീ വിളിക്കുന്ന പേര് തന്നെ വിളിക്കേ. ജില്ലാ കളക്ടർ ഡ്രൈവർ അല്ലേ? അതെടി ഞാൻ ഡ്രൈവർ തന്നെയാ. അതത്ര ചെറിയ ജോലിയൊന്നല്ല കേട്ടാ, മനസ്സിലായി? നിന്നെ പോലുള്ള ഒരു ഫയല് നോക്കിട്ടെ കാലുമ്മ കാലേറ്റിച്ചിട്ട് വണ്ടിയുടെ അകത്തിരിക്കുമ്പോഴേ പാണ്ടിലോരുടെ അടിയിലേക്കൊന്നും കൊണ്ടുപോയി കേറ്റാതെ ഏറ്റവും സുരക്ഷിതമായിട്ട് കൊണ്ടാക്കുന്നില്ലേ? അതത്ര ചെറിയ കാര്യമൊന്നുമല്ല കേട്ടാ. ഒന്ന് കണ്ണുകെറ്റിയാലേ തെക്കുമ്പുറത്തെ പുല്ലെത്തേണ്ട അവസ്ഥയാവും. അത് വരാതെ നോക്കുന്ന ജീവൻ കാക്കുന്ന ഞങ്ങളെ പോലുള്ള ഡ്രൈവർമാരെ ജീവൻ പണയം വെച്ചിട്ടാ ഓരോരുത്തരുടെ ജീവൻ രക്ഷിച്ചിട്ട് ഒരു പോറൽ ഒഴിവാക്കാതെ കൊണ്ടുവിടുന്നേ. ഡേ അങ്ങനെയുള്ള ഞങ്ങളെ നീയൊക്കെ പൂട്ട് പൂജിക്കണം. പിന്നെ ഞാൻ അടിയുണ്ടാക്കിയ കാര്യം അത് ഞാൻ വെറും നിന്റെ ഡ്രൈവർ ആയോണ്ടല്ല കേട്ടോ. ഇത് കണ്ട തന്റെ കഴുത്തിൽ താലികെട്ടി കെട്ടിയോടാ ഞാൻ, അതുകൊണ്ടാ തല്ലിയത്. ഭാര്യ അനാവശ്യം പറഞ്ഞാലേ നട്ടുള്ള ഭർത്താവ് തല്ലും. അതിന് കള്ളും കഞ്ചാവൊന്നും വലിച്ചേറ്റൊന്നുമില്ല. തൊണ്ടല്ലോ നല്ല ബലം ഉണ്ടായി മതി. അതെനിക്ക് വേണ്ടുവോളുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അവന്മാരെ അടിച്ചത്. ഇനി അടിക്കും. തന്നെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇനി അടിക്കും. അതെന്റെ കടമയാ കേട്ടടി കൊച്ചമ്മ കളക്ടറെ. കണ്ണു നിറയ്ക്കണ്ട, നിറഞ്ഞാ കഴിഞ്ഞ കുത്തിപ്പൊട്ടിക്കും ഞാൻ. കാര്യം താൻ കളക്ടറും ഞാൻ ഡ്രൈവറൊക്കെ ആയിരിക്കാം, പക്ഷെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഭരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. സംശയം ഉണ്ടോ എനിക്ക്? സംശയം ഉണ്ടോ നടി ചോദിച്ചേ? അവിടെ നടന്നത് അത് തന്നെയാ. അവന്മാര് കള്ളും കുടിച്ചു വന്നിട്ട് തന്നെ ചീത്ത പറഞ്ഞു. അതെനിക്ക് സഹിച്ചില്ല, ഞാൻ തല്ലി. അത് ഇനിയും തല്ലൂടി, ഞാൻ ആരാണെങ്കിലും തല്ലു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുള്ളതല്ല എന്റെ പെണ്ണ്. എന്റെ പെണ്ണോട് ഞാൻ പിണക്കും വഴക്കൊക്കെ കാട്ടും എന്ന് വെച്ചിട്ട് മറ്റൊരുത്തർ ശ്രമിച്ച അവന്റെ മൂക്കടിച്ചാൻ പരത്തും. ആ മാറ്റടാ, പോവാം. വിഷ്ണുട്ടാ സോറി. ആമയോടെ കുറെ നേരോട്ട് അനക്കമൊന്നുമില്ലല്ലോ.
നന്നായിട്ടുണ്ട്. രാഘവേട്ടൻ പറഞ്ഞത് ശരിയാ. അതെ, ആ തൊടത്തില്ല, അതവിടെ ഇരിക്കത്തേ ഉള്ളു. സത്യഭാമ പറഞ്ഞതാ. ചക്കയാ, മാങ്ങയാ, തേങ്ങയാ? അന്താരാഷ്ട്ര പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടേ ഒളിച്ചു നിന്നത് കട്ട് തിന്നുവാന്നോ? കട്ട് നിന്നോ? ഞാൻ എന്റെ വീട്ടിലിരുന്നാ കഴിക്കുന്നത്. ഓ, ഒളിച്ചു നിന്നേനെ ഞങ്ങളൊക്കെ സാറിന്റെ കട്ട് തിന്നാന്നാ പറയുന്നേ. ഇതേ എന്റെ മോൻ എനിക്കായിട്ട് കൊടുത്തോട്ടെ ചോറ. ആ, അതെന്ത്? മോനോടുള്ള ഇഷ്ടമായി ഇപ്പൊ ഈ പാതിരാതിരിക്കാന്ന് വന്നേ. കഴിച്ചോ കഴിച്ചോ. തൊടില്ല, എന്നെ അതിന് കിട്ടത്തില്ല എന്നൊക്കെ വാശി കാണിച്ചിട്ടേ ഇപ്പൊ വന്നിരുന്നേ ഇങ്ങനെ കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ഭാമേ? അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരാളെ ഇങ്ങനെ സാഹസം കാണിക്കൂ? കഷ്ടം കഷ്ടം കഷ്ടമേ, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഞാനാണെങ്കിലേ എത്രയൊക്കെ വിശന്നാലും ശരി, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ വഴിക്ക് നോക്കത്ത് പോലും ഇല്ല. ഇതൊരുമാതിരി കള്ളികളും കള്ളന്മാരും ചെയ്യുന്ന പോലുണ്ട്. കഷ്ടം തന്നെ. ദേ ഒരു കഷ്ടമില്ല. എന്റെ മോനെ ഞാൻ അത്രയ്ക്ക് ലാളിച്ച് വളർത്തിയതാ. അവന്റെ പിറന്നാൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടേ ഇപ്പൊ അവനീ കൊടുത്തോട്ടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഒരു അഭിമാനക്കേടും ഇല്ല. ഇതേ അവനല്ല, അവന്റെ ഭാര്യ ശാലിനിയെ അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. ആരുണ്ടാക്കിയാൽ എന്താ? എനിക്ക് ഏറ്റവും വലുത് എന്റെ മകന്. അവനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി വന്ന വിഷം കഴിക്കാനും ഞാൻ തയ്യാറാ. ഓഹോ, ദേ കാരണേ അവനെ പ്രസവിച്ചത് നിങ്ങളല്ല, ഞാനാ. ആ ഒരു അവകാശം ഉള്ളതുകൊണ്ട് തന്നെയാ ഞാൻ കഴിക്കുന്നത്. നിങ്ങൾക്ക് സൂചിച്ചില്ല, നിങ്ങൾ പോയി കേസ് കൊടുക്ക്. ഓ, നീ ആടി യഥാർത്ഥ പെണ്ണ്. എത്ര പെട്ടെന്നാ നീ നിന്നെ ന്യായീകരിച്ചത്. ഓ, ഈ ചോറ് കൊണ്ട് വന്ന ഞങ്ങളെ നീ തല്ലില്ലെന്നേ ഉള്ളു. ഓ, ഇതൊക്കെ എടുത്ത് വലിച്ചെറിയോന്നവരെ ഞാൻ ഭയന്നുപോയി.